ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച പള്ളിയിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു മസാല ദോശ കഴിക്കണം, അതേപോലെ തന്നെ ഒരു നല്ല മസാല ടീ കഴിക്കണം എന്നൊരാഗ്രഹം വന്നു. അപ്പോൾ ജിയയ്ക്ക് ഇന്ന് നൈറ്റ് പോകണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പോയി പള്ളിയിൽ കുർബാന കഴിഞ്ഞു, നമ്മൾ നേരെ പോയി ബിക്ന വാലയിൽ നിന്ന് ഒരു മസാല ദോശ, അതായത് എനിക്കാണ് മസാല ദോശ, ജിയയ്ക്ക് എപ്പോഴും ജിയയുടെ ഫേവറേറ്റ് ചോള ഭട്ടൂരയാണ്. പിന്നെ ജോൺ റാൻഡംലി എന്തെങ്കിലുമൊക്കെ പിക്ക് ചെയ്യും. എന്താ വേണ്ടേ ജോണിന്? നീ പോടാ. ജോണിന് എന്താ കഴിക്കാൻ വേണ്ടേ? ജോണിന് എന്താ കഴിക്കാൻ വേണ്ടേ? ഓക്കെ, അത് അവിടെ ചെല്ലുമ്പോൾ ന്യൂഡിൽസിൻ്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഷേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി അത് വേണമെന്ന് പറയും. പക്ഷേ ഈ പറഞ്ഞ മാതിരി തന്നെ ചിലപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ബേൽപുരിയോ അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും. അത് പിക്ചറിൽ കാണുമ്പോൾ ചിലപ്പോൾ ന്യൂഡിൽസ് ഇരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ പുള്ളി അവിടെ ചെല്ലുമ്പോൾ റാൻഡംലി എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെങ്കിൽ ആദ്യം കൊണ്ടുവന്നത് എന്താണോ അത് പുള്ളി കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. ഇതിന് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ പോയായിരുന്നു, ഇച്ചിരി മഴയൊക്കെ ഉള്ളത്. അന്ന് ബിക്നവാല തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ബിക്നവാലയിൽ പോയിട്ട് ഒരു മസാല ദോശയും ഒരു ചായയൊക്കെ കുടിച്ച് സംതൃപ്തി കൊള്ളാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ബാക്കിയുള്ള വീഡിയോ ചെയ്യാം. ഓക്കെ. ഇതാണോ ദോശ? എനിക്കറിയത്തില്ല എന്നിട്ട് എങ്ങനത്തെ ആയിരുന്നു. ഇതാണോ വടാപ്പാവ്? അയ്യോ, ഇതാ ചായ. മസാല ചായ. നിനക്ക് രണ്ടെണ്ണം വേണ്ടേ? അല്ല, നിനക്ക് ഒരെണ്ണം വേണ്ടേ? നിനക്ക് വേണ്ടേ ചായ? എൻ്റെ മസാല ദോശയാണ് വന്നേക്കണേ. ഇന്ന് മോൻ്റെ ചോള ഭട്ടൂരയോ അല്ലെങ്കിൽ മറ്റേ പാവ് ബജിയോ അല്ല. പാവ് ബജി അല്ലല്ലോ, പാവ് ബജി, മസാല പാവ്. അപ്പോൾ ബിക്നവാലയിൽ വന്നു മസാല ദോശ, ദേ ചോള ഭട്ടൂര, പിന്നെ മസാല പാവ്. അപ്പോൾ ഇത്രയും മസാല പാവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. മസാല ദോശ, ചോള ഭട്ടൂര, മസാല പാവ്. അപ്പോൾ ഇതാ ചോള ഭട്ടൂര നല്ല അടിപൊളിയായിട്ട് കാണിച്ചു. അപ്പം നമ്മൾ മസാല ദോശ ഇതാ ഇത്രയും വേണം. അതായത് എനിക്ക് ഒരുപാട് മുരിഞ്ഞ മസാല ദോശ, പപ്പടം പോലെ പൊടിയുന്ന മസാല ദോശ എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ മുരിയണം, എന്നാൽ ഓവറായിട്ട് മുരിയുകയും ചെയ്യരുത്. താങ്ക് യു. നല്ല മസാല ചായ വന്നിട്ടുണ്ട്. ഇവിടെ അതേമാതിരി തന്നെ മസാല പാവ് വന്നിട്ടുണ്ട്. ഇതിൽ ഇതായിരിക്കുന്ന ലെമണൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞങ്ങ് ഒഴിച്ചിട്ട് അങ്ങ് ഇച്ചിരി അങ്ങ് കഴിക്കണം.
ലെമൺ പിഴിഞ്ഞ് ആദ്യം തന്നെ ഒഴിക്കും. ആ ലെമൺ സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുന്നതിൽ നമ്മൾ കുറച്ച് അനിയനൊക്കെ ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ ഇട്ട് ഇതെടുത്തോണ്ട് പോകണം. ലെമണാണോ കൊണ്ടുപോകും? അപ്പോൾ നമ്മൾ കുറച്ച് അനിയനൊക്കെ ഇങ്ങനെ കിടക്കുന്നത് അത് അതിൻ്റെ മേളിൽ കൂടെ ഇട്ട് ലെമൺ ജ്യൂസ് ഇതിൻ്റെ മേളിലുണ്ട്. കുറച്ച് വയ്ക്കണേ ഞാൻ കൊതി മൂത്തിട്ടാന്ന് തോന്നുന്നു, ചുണ്ടേ കടിച്ചു. ചട്നി, തേങ്ങാ ചട്നി മെച്ചപ്പെട്ടു, മുമ്പത്തേക്കാളും നന്നായി. ടൊമാറ്റോ ചട്നി അല്ല, ഞാൻ പറയാം പീനട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സാമ്പാർ എങ്ങനെയാണെന്ന് പറയാം. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാനിവിടെ ആദ്യമായിട്ട് കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ മസാല ദോശ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ എനിക്ക് ആ സാമ്പാറിന് മണടിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എനിക്ക് ഏതോ ഒരു മലയാളിയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതുപോലെ ആ കായത്തിൻ്റെയും അതിൻ്റെയൊക്കെ ആ സ്മെല്ല് വന്നപ്പോൾ കഴിച്ചപ്പോഴും നല്ലൊരു ടേസ്റ്റ്. എന്നിട്ട് ഞാനിവിടെ ചോദിച്ചു, ആദ്യത്തെ പ്രാവശ്യമാണേ, ഞാൻ ചോദിച്ചു സാമ്പാർ ഉണ്ടാക്കുന്നത് മലയാളിയാണോ ചോദിച്ചു. അതിനോട് പറഞ്ഞാൽ അതെ. അങ്ങനെ ഞാൻ ആ പുള്ളീനെ പരിചയപ്പെട്ടായിരുന്നു. പുള്ളി അയ്യോ എവിടെ നിന്നാണ്, ഒരു 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 അന്നത്തെ ഒരു മന്ത്രിയുടെ ആണ്, ഒരു അളിയനോ അങ്ങനെ ആരാണോ, പക്ഷെ റിലേഷനാണ്. ഈ ചോള ഭട്ടൂര നമ്മുടെ, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ പള്ളിയിൽ പോയിട്ട് വരണ വഴിക്ക് ഞങ്ങൾ എപ്പോഴും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി വരുമ്പോൾ കഴിക്കുന്ന ഒരു സംഭവമായിരുന്നു. അവിടെ സ്ട്രീറ്റ് ഫുഡായിട്ട് അപ്പം ഉണ്ടാക്കി അവരിങ്ങനെ വലിയൊരു തളികയിൽ ഈ ചോള മറ്റേ കറി ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് കോരിയിട്ട് 2 മുളകൊക്കെ വെച്ച് തരും. അടിപൊളിയായിരുന്നു. പുള്ളി വ്ലോഗ് ചെയ്ത് അപ്പനെ കയറി അവസരപ്പെട്ട അതൊക്കെ വിളിക്കുന്നത്. എന്തായാലും ഭാവിയിൽ എന്നെക്കാളും കൂടുതൽ വ്ലോഗ് അവൻ ചെയ്യുമായിരിക്കും. ഇവൻ്റെ ഈ കാട്ടായൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ, അതായത് എന്താ പറയുക, കൊതി മൂത്തിട്ട് കഴിച്ച് മതിയായില്ല എന്ന് തോന്നിയുകൊണ്ട് ഒരു ചോള ഭട്ടൂര കൂടി ഓർഡർ ചെയ്തു. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയായിരിക്കുമോ? ഞങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാ ദിവസവും എന്നല്ല, എപ്പോഴും ഇങ്ങനെയൊന്നും ഈ വലിച്ചു വരി തിന്നില്ല. വല്ലപ്പോഴും വന്ന ഇങ്ങനെ. അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്നവർ വിചാരിക്കും നമ്മൾ 2 പേര് ഒരു കുഞ്ഞിക്കൊച്ചും ഇമാതിരി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ജിയ പോയിട്ട് ഒരു 15 മിനിറ്റ് കൂടുതൽ എക്സസൈസ് ചെയ്യും. അപ്പോൾ ഈ കഴിച്ചതൊക്കെ ഇതാവും എന്നാണ് ജിയയുടെ വിശ്വാസം. പിന്നെ ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ചോള ഭട്ടൂര്, ഇവിടെ കിടക്കുന്ന ഇവിടെ കിടക്കുന്ന കറി, പിന്നെ എന്താ ഇത്തിരി അച്ചാറും ഒരു മുളകും എന്താ പറയുക അനിയൻസും ആണെങ്കിലും അതിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട് ഇതിൻ്റെ കൂടെ ഇരിക്കുന്നു. ഈ ചോള ഭട്ടൂര് ഇങ്ങനെ വീർത്ത് പൊന്തി ഇരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് അത് തന്നെ വേണം. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം കൊടുത്ത് അവൻ്റെ ഒരു ബാലൻസ് ഉണ്ടായിരുന്നത് ഇങ്ങനെ എടുത്ത് ഇനി എന്താ ചെയ്യാന്നറിയോ, നിന്നെ കിണ്ടി വിടും. എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ചോള ഭട്ടൂര, മസാല ദോശ, വടാപ്പാവ്, മസാലപ്പാവ് ഇതൊക്കെ കഴിയും. അതെന്ത് ഫാമിലിയാണോ ഇതാ? അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സമയം എന്തായി? 7 മണിയാവാൻ പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഭക്ഷണമൊന്നുമില്ല. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ല, ഒരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുക. ജിയ എന്തായാലും കിടന്നുറങ്ങും. ജിയക്ക് നൈറ്റ് പോകേണ്ടതുകൊണ്ട് ഞാനും ജോക്കുട്ടനും ഒരു മൂവിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ